Okay, I have uploaded the part 1 video of this GFS, and now this is the second part of that particular video of that particular concept. So now we're going to study about GFS architecture. So GFS follow ചെയ്യുന്നത് ഒരു മാസ്റ്റർ സ്ലേവ് ആർക്കിടെക്ചർ പോലെയാണ്. അതിന് മെയിൻലി 3 കമ്പോണൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് GFS മാസ്റ്റർ, സെക്കൻഡ് GFS ചങ്ക് സെർവേഴ്സ്, എന്നിട്ട് GFS ക്ലയൻറ്റ്സ്. സോ ഫസ്റ്റ് GFS മാസ്റ്ററിനെ പറ്റി പഠിക്കാം. മാസ്റ്റർ ഈസ് എ സെൻട്രൽ കൺട്രോളർ ഓഫ് ദി സിസ്റ്റം. ബ്രെയിൻ ഈസ് എ സെൻട്രൽ കൺട്രോൾ ഓഫ് ദി ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് പോലെ തന്നെ എന്താണ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കൺട്രോൾ ഓഫ് ദിസ് GFS സിസ്റ്റം. എന്നിട്ട് അത് എന്തൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹോൾ ഫയൽ കണ്ടൻറ്റ് അല്ല, അതായത് ആക്ച്വൽ ഫയൽ ഡേറ്റ അല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബട്ട് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ മെറ്റാ ഡേറ്റ, ദാറ്റ് ഈസ് ഫയൽ നെയിം ആൻഡ് ദ ചങ്ക് ലൊക്കേഷൻസ്, ഡയറക്ടറീസ്. അതൊക്കെയാണ് ഫയൽ നെയിംസ്, ചങ്ക് ലൊക്കേഷൻസ്, ഡയറക്ടറീസ്, അതൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇത് ആക്സസ് പെർമിഷൻ, ആർക്കൊക്കെ എന്തൊക്കെ റിക്വസ്റ്റ് കൊടുക്കാം എന്നുള്ള ആക്സസ് പെർമിഷൻസും ചെയ്യുന്നത് ഈ മാസ്റ്ററാണ്. സോ മാസ്റ്റർ ആക്സസ് പെർമിഷൻസ് ചെയ്യും. മെറ്റാ ഡേറ്റ കണ്ടെയ്ൻസ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡേറ്റ ആൻഡ് ഡസ് നോട്ട് സ്റ്റോർ ദ content of the data, but it will be storing the metadata and access permissions ഇതാണ് തരുന്നത്. And it helps it coordinates the communication between the client and the chunk servers. Okay, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് GFS മാസ്റ്റർ കാണാൻ പറ്റും. GFS മാസ്റ്റർ എന്ന് വെച്ചാൽ അതിനകത്ത് ഫയൽ കണ്ടൻറ്റ് അല്ല സേവ് ചെയ്തേക്കുന്നത്, ഫയൽ നെയിമും ചങ്ക്, അതായത് ലൊക്കേഷൻ എവിടെയാണ് ആ പെർട്ടിക്കുലർ ഫയലിൻ്റെ, അങ്ങനെ പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഡയറക്ടറീസ് പോലെ ആയിരിക്കും. സോ വി ക്യാൻ സീ ഇൻ GFS മാസ്റ്റർ, റൈറ്റ്? ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് GFS ചങ്ക് സെർവേഴ്സ്. അതായത് ചങ്ക് സെർവേഴ്സ് എന്ന് വെച്ചാലാണ് അതിൻ്റെ അകത്താണ് ആക്ച്വൽ കണ്ടൻറ്റ് ഓഫ് ദ ഡേറ്റ ഇരിക്കുന്നത്. സോ ഇവിടെ ഞാൻ പറഞ്ഞു പാർട്ട് 1 വീഡിയോയിൽ ഐ ഹാവ് ടോൾഡ് ദാറ്റ് ഈസ് ദർ ആർ മെനി ചങ്ക്സ് ഓഫ് 64 MB ഈച്ച് എന്ന് പറഞ്ഞു. So the files are divided into fixed size chunks, which is 64 MB, and each chunk is stored in multiple chunk servers, and most precisely 3 replicas are maintained for reliability. അതായത് ഫോൾട്ട് വല്ല വന്നു കഴിഞ്ഞാൽ അത് റിലയബിൾ ആക്കാൻ വേണ്ടി we will be storing it in a 3 replicas, 3 chunk servers നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. Okay, this is what about chunk servers. Chunk servers that stores the actual file data. Okay, master എന്ന് വെച്ചാൽ it stores the metadata, access permissions, and it controls the communication between the master chunk server and the client. പിന്നെ it doesn't store the actual data, but chunk servers they just stores the actual data, right? Chunk servers will store the actual data as well as they store it as in a 64 MB each size. Okay, so they will be storing in multiple chunk servers. So the next is GFS client. GFS client എന്ന് പറയുന്നത് ആരാണോ ഇതൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്, യൂസർ, അതാണ് ക്ലയൻറ്റ്. So they can be computer programs or applications which may be used to request files. ഫയൽസിനെ റിക്വസ്റ്റ് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസോ ആയിരിക്കും. So these requests may be made to access and modify already existing files. So ഈ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ആക്സസ് ചെയ്യാനായിട്ടോ ആ ഫയലിനെ, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ടോ, അല്ലെങ്കിൽ പുതിയ ഫയൽ ആഡ് ചെയ്യാനായിട്ടോ ആയിരിക്കും. So these requests can be access the file, modify the file, or add new files to the system. അതിന് വേണ്ടിയിട്ടും ആയിരിക്കും ക്ലയൻറ്റ് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ റിക്വസ്റ്റ് മെറ്റഡേറ്റ ഫ്രം ദിസ് മാസ്റ്റർ. ഇപ്പം ഞാൻ പറഞ്ഞു ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതായത് നമ്മൾ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വിച്ച് ഈസ് യൂസ് ടു റിക്വസ്റ്റ് ദ ഫയൽസിനെ ചോദിക്കുന്ന സംഭവമാണ് ക്ലയൻറ്റ്. അത് എന്തുകൊണ്ട് ആ ക്ലയൻറ്റ് ചോദിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. In order to create new files and add to the system, or to access the files, അല്ലെങ്കിൽ എന്താണ് to modify the files. അപ്പം ഈ ക്ലയൻറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് റിക്വസ്റ്റ് കൊടുക്കും ടു ദ മാസ്റ്ററിൻ്റെ അകത്ത് എന്താണുള്ളത്, മെറ്റാഡേറ്റ ആണുള്ളത്. സോ റിക്വസ്റ്റ് ദ മെറ്റാഡേറ്റ ഫ്രം ദ മാസ്റ്റർ.
റിക്വസ്റ്റ് ചെയ്യും എനിക്ക് ചങ്ക് സെർവർ എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ഫയൽ നെയിമിൻ്റെ എവിടെയാണ് ചങ്ക് സെർവർ ഇരിക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ മെറ്റഡേറ്റ ഒന്ന് തരാമോ എന്ന് ചോദിച്ച് ഇറ്റ് വിൽ റിക്വസ്റ്റ് എ മെറ്റഡേറ്റ ടു ദ മാസ്റ്റർ. അപ്പം എന്ത് ചെയ്യും, മാസ്റ്റർ അവർക്ക് ചങ്ക് സെർവറിൻ്റെ ലൊക്കേഷനൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, റീഡ്സ് ഓർ റൈറ്റ് ഡേറ്റ ഡയറക്ട്ലി ഫ്രം ദ ചങ്ക് സെർവർ. ആ ലൊക്കേഷനും ആ ചങ്ക് സെർവറിന് ലൊക്കേഷനൊക്കെ കൊടുക്കുമ്പം ആ ലൊക്കേഷൻ വെച്ച് പോയി ചങ്ക് സെർവറിൽ നിന്ന് എടുക്കും. സോ ഇത് റെഡ്യൂസ് ചെയ്യുന്ന ലോഡ് ഓൺ ദ മാസ്റ്റർ. സോ നമുക്ക് GFS വർക്കിംഗ് നോക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ ആദ്യം തിയറി പറയാം, എന്നിട്ട് നമുക്ക് ഫിഗറിലേക്ക് പോകാം. അല്ലെങ്കിൽ ഫിഗർ ആദ്യം പറയാം. അതായത് നമ്മളാണ് ക്ലയൻറ്റ് എന്നിരിക്കുക, ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമുക്കിപ്പം ഒരു ഫയലിലേക്ക് നമുക്ക് എഴുതണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫയൽ നെയിം നമ്മൾ കൊടുക്കും. ഓക്കെ, ആർക്ക് കൊടുക്കും, മാസ്റ്ററിനോട് പറയും എനിക്ക് ഈ ഫയൽ ഇത് വേണമെന്ന് പറയും. അപ്പോൾ ഫയൽ നെയിമിന് ആ പെർട്ടിക്കുലർ ഫയലിൻ്റെ ചങ്ക് അറിയായിരിക്കും, ചങ്ക് സെർവർ എവിടെ ഇരിക്കുന്നതെന്ന് പുള്ളിക്കാരന് അറിയായിരിക്കും. സോ എന്ത് ചെയ്യും, ആ ഫയൽ ചങ്ക് മാപ്പിംഗ് അനുസരിച്ച് ഇറ്റ് വിൽ ഗോ ടു ദ ചങ്ക് സെർവർ ആൻഡ് ഗെറ്റ് ദാറ്റ് ഫയൽ. അതായത് ഒന്നുകൂടെ പറയാം, ഇതാണ് GFS ക്ലയൻറ്റ്. GFS ക്ലയൻറ്റ് ഏത് ഫയലിൻ്റെ ചങ്ക് ലൊക്കേഷനാണോ വേണ്ടത് അത് മാസ്റ്ററിലേക്ക് കൊടുക്കും. അപ്പം മാസ്റ്ററിൽ നിന്ന് മെറ്റഡേറ്റ തിരിച്ച് ക്ലയൻറ്റിന് കിട്ടും. എന്നിട്ട് ക്ലയൻറ്റ് ഡയറക്റ്റ്ലി ആയിരിക്കും ചങ്ക് സെർവറിൽ പോയി ആ പെർട്ടിക്കുലർ ഫയൽ എടുക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, അവിടെ കറക്ഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് മിസ്റ്റേക്ക് ആയിപ്പോയി. ഒന്നുകൂടെ പറയാം, GFS ക്ലയൻറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എനിക്കാണെങ്കിൽ ഇപ്പം ഒരു റെഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഫയൽ നെയിമിന് എനിക്ക് അതിൻ്റെ ചങ്ക് ലൊക്കേഷൻ വേണം. സോ ഞാനത് GFS മാസ്റ്ററിലേക്ക് കൊടുക്കും. അപ്പം GFS മാസ്റ്റർ തിരിച്ച് നമുക്ക് തരുന്നത് ആ ഫയൽ നെയിമും ആ പെർട്ടിക്കുലർ ഫയൽ നെയിം ഏത് ചങ്ക് സെർവറിലായിരിക്കുന്നത് അതിന് ചങ്ക് ഇൻഡെക്സും ഒക്കെ ആയിട്ടായിരിക്കും തരുന്നത്. സോ അങ്ങനെ ക്ലയൻറ്റിന് ആ ഫയൽ നെയിം ചങ്ക് ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലയൻറ്റ് ഡയറക്റ്റായിട്ട് GFS ചങ്ക് സെർവറിൽ പോയി ഡയറക്റ്റ് ആക്സസ് ചെയ്യും ഫോർ ദ ചങ്ക് സെർവർ. ഓക്കെ, ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് പോകാം. അതായത് ക്ലയൻറ്റ് ആസ് ദ മാസ്റ്റർ ഫോർ ചങ്ക് ലൊക്കേഷൻ. ചങ്ക് ലൊക്കേഷന് ക്ലയൻറ്റിനോട് ചോദിക്കും. ക്ലയൻറ്റ് ആസ് ദ മാസ്റ്റർ ഫോർ ചങ്ക് ലൊക്കേഷൻ. സോ മാസ്റ്റർ റിട്ടേൺസ് എ ചങ്ക് അഡ്രസ്. അപ്പം ആ അഡ്രസ്സ് വെച്ച് ക്ലയൻറ്റ് എടുത്തിട്ട് ഡയറക്റ്റ്ലി റീഡ് ഫ്രം ദ ചങ്ക് സെർവർ. റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ക്ലയൻറ്റ് ആസ് ദ മാസ്റ്റർ ഫോർ ദ ചങ്ക് ലൊക്കേഷൻ. മാസ്റ്റർ സെലക്ട് എ പ്രൈമറി ചങ്ക് സെർവർ. പ്രൈമറി ചങ്ക് സെർവർ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഈ ക്ലയൻറ്റ് ഈ പ്രൈമറി ചങ്ക് സെർവറിലേക്ക് ഡേറ്റ കൊടുക്കും. ഈ പ്രൈമറി ചങ്ക് സെർവറാണ് പിന്നെ കൺട്രോൾ ചെയ്യുന്നത് റൈറ്റിംഗ് ഒക്കെ. എന്നിട്ട് അത് സെക്കൻഡറി ചങ്ക് സെർവേഴ്സിനോട് പറയും ഇങ്ങനെയൊക്കെയാണ് ഓർഡർ ഓഫ് റൈറ്റ്, ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് സെക്കൻഡറി ചങ്ക് സെർവറിന് കൊടുക്കും. സോ മാസ്റ്റർ സെലക്ട്സ് എ പ്രൈമറി ചങ്ക് സെർവർ ആൻഡ് ഡേറ്റ ഈസ് റിട്ടൺ ആൻഡ് റെപ്ലിക്കേറ്റഡ് ടു അതർ സെക്കൻഡറി സെർവേഴ്സ്. ഇങ്ങനെയാണ് റൈറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. നോക്കാം. പ്രൈമറി ചങ്ക് സെർവർ ഇസ് എ ചങ്ക് സെർവർ ദാറ്റ് കൺട്രോൾസ് റൈറ്റ് ഓപ്പറേഷൻ ഫോർ സ്പെസിഫിക് ചങ്ക് ഓഫ് എ ഫയൽ. അതായത് ഈ പ്രൈമറി ചങ്ക് സെർവറാണ് കൺട്രോൾ ചെയ്യുന്നത് റൈറ്റ് ഓപ്പറേഷൻ, ഒരു പർട്ടിക്കുലർ ചങ്ക് ഓഫ് എ ഫയൽ. ഒരു ഫയലിൻ്റെ ചങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യുന്നത് ദേ കൺട്രോൾസ് റൈറ്റ് ഓപ്പറേഷൻ ഇൻ ചങ്ക് ത്രൂ ദ പ്രൈമറി ചങ്ക് സെർവർ. എന്നിട്ട് വെൻ എ ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ GFS, അതായത് നമുക്കറിയാമല്ലോ GFS സ്റ്റോർ ചെയ്യുമ്പം 64 MB ചങ്ക്സ് ആയിട്ട് നമ്മൾ ചെയ്യുമെന്ന്. എന്നിട്ട് അത് നമ്മൾ 3 പ്രാവശ്യമെങ്കിലും മിനിമം വേണം, എന്നാലേ ഫോൾട്ട് ടോളറൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ഇതിൽ നിന്ന് ഈ റെപ്ലിക്കാസിൽ നിന്ന് ഒന്നിനെ നമ്മൾ പ്രൈമറി ചങ്ക് സെർവറായിട്ട് എടുക്കുകയും ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡറി ചങ്ക് സെർവറായിട്ട് എടുക്കും. സോ പ്രൈമറി ചങ്ക് സെർവർ ആദ്യം കൺട്രോൾസ് റൈറ്റ് ഓപ്പറേഷൻ, ഓർഡർ ഓഫ് റൈറ്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അത് സെക്കൻഡറി ചങ്ക് സെർവേഴ്സിനോട് പറയും എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യും ഹൗ ടു ഡു ദ റൈറ്റ് ഓപ്പറേഷൻസ്. മനസ്സിലായോ? ഓക്കെ, ഇനി എന്ന് വെച്ചാൽ ലാസ്റ്റ് പാർട്ടാണ്. അതായത് മാസ്റ്റർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഈച്ച് ചങ്ക് സെർവർ ബൈ ടൈംഡ് ഹാർട്ട് ബീറ്റ് മെസ്സേജസ് ആൻഡ് കീപ്സ് ട്രാക്ക് ഓഫ് ഇറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്. അതായത് മാസ്റ്റർ ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ചങ്ക് സെർവേഴ്സ് ഇൻ ഹാർട്ട് ബീറ്റ് മെസ്സേജസ് ആൻഡ് കീപ് ട്രാക്ക് ഓഫ് ദ സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്. അതായത് ഹാർട്ട് ബീറ്റ് പോലെ മെസ്സേജസ് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ചങ്ക് സെർവറിലേക്ക് അയക്കും. സോ ദാറ്റ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ചങ്ക് സെർവേഴ്സ് അലൈവ് ആയിട്ടിരിക്കുകയാണോ എന്ന് മാസ്റ്ററിന് മനസ്സിലാക്കാൻ പറ്റും. സോ
So heartbeat message is a periodical signal sent between the master and the chunk server that indicate the server is alive or not and functioning properly or not. These messages extend at regular intervals and that is why it is called as heartbeat messages. So ഇവിടെ എന്ന് വെച്ചാൽ more than 1000 nodes with 300 terabyte disk storage ഉണ്ട്. Make up the largest GFS clusters. 1000 nodes with 300 terabytes ഉണ്ട്. This is available constant access by 100 clients. അതുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് 100 കണക്കിന് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നത്. സോ ഇവിടുത്തെ ഫീച്ചേഴ്സ് ഓഫ് GFS എന്ന് വെച്ചാൽ ഫോൾട്ട് ടോളറൻസ് ആണ്, റെഡ്യൂസ്ഡ് ക്ലയൻറ്റ് ആൻഡ് മാസ്റ്റർ ഇൻട്രാക്ഷൻസ് അല്ലേ. മാസ്റ്ററും ക്ലയൻറ്റ് നമ്മൾ ഇൻട്രാക്ഷൻസ് കുറവ്, അപ്പം ഫോൾട്ട് ടോളറൻസ് ഉണ്ട്, റെഡ്യൂസ്ഡ് ക്ലയൻറ്റ് ആൻഡ് മാസ്റ്റർ ഇൻട്രാക്ഷൻസ് ഉണ്ട്, അവൈലബിലിറ്റി ഉണ്ട് അല്ലേ, ക്രിട്ടിക്കൽ ഡേറ്റ റെപ്ലിക്കേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അവൈലബിലിറ്റി കിട്ടുന്നത് അല്ലേ. ഓട്ടോമാറ്റിക് ആൻഡ് എഫിഷ്യൻറ്റ് ഡേറ്റ റിക്കവറി, ഹൈ അഗ്രിഗേറ്റ് ത്രൂപുട്ട്, ഭയങ്കര വലുതായിട്ട് ത്രൂപുട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്.